നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഏപ്രിൽ മാസത്തെ പൂയ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു മാസമാണ്. കാരണം എന്ന് വെച്ചാൽ സർവാഭിഷ്ട സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യാധിപത്യം വഹിച്ച് നിൽക്കുന്നത് കൊണ്ട് നല്ല ദൈവാധീനമുണ്ട്. അതുപോലെ തന്നെ 4ാം ഭാവാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്ന ശുക്രന് ഉച്ചബലവാനായിട്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു പരിവർത്തന യോഗമുള്ള ഭാഗ്യം കൊണ്ട് നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമാണ്. തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിലും തൊഴിൽ സ്ഥാനക്കയറ്റവും കിട്ടാനായിട്ട് യോഗമുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. ഭാഗ്യസ്ഥാനത്ത് നിപുണായോഗം ചെയ്ത ആദിത്യനും ബുധനും നിൽക്കുന്നുണ്ട്. അപ്പോൾ മീനം രാശിയിൽ ജലജലധന ഭോക്ത എന്ന് പറഞ്ഞ് യോഗം ചെയ്ത് നിൽക്കുന്ന കാരണം കൊണ്ട് വിദേശധനം കൈകാര്യം ചെയ്യാനുള്ളൊരു യോഗമുണ്ട്. വിദേശത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ്. എന്നാൽ ഒരു ബന്ധനദോഷമുണ്ട്. താൽക്കാലികമായിട്ട് എന്ത് കാര്യങ്ങൾ ആലോചിച്ചാലും ആ രീതിയിലുള്ള കാര്യങ്ങൾക്ക് ഒരു തടസ്സം വരാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമാണ് അനുകൂലമായിട്ടുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയുള്ളത്. അതുപോലെ തന്നെ പ്രധാനമാണ് ഭാതൃഗദേശ ശൗര്യം എന്ന് പറയുന്നൊരു യോഗമാണ്. സഹായിക്കേണ്ട വ്യക്തികളുടെ പെരുമാറ്റം നമുക്ക് അപ്രിയമായിട്ട് തോന്നുന്ന അതല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നവരുടെ അടുത്തു നിന്നും പ്രതീക്ഷിക്കുന്ന സഹായം ചില സമയത്ത് കിട്ടാതിരിക്കും. ഇങ്ങനെയുള്ളൊരു സാധ്യതയുള്ളൊരു സമയമാണ്. 3ാം ഭാവത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. മാത്രമല്ല ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വ ലഗ്നേ കുജ ക്ഷതധനു എന്ന് പറയുന്നൊരു ദോഷത്തെ ചെയ്യുന്നത് കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥ ഉണ്ടായെങ്കിലും ശാരീരികമായിട്ട് ചതവ് മുറിവ് പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. തട്ടുക മുട്ടുക പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അത് കാരണം കൊണ്ട് 2 വീലർ യാത്രയൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. 7ാം ഭാവാധിപതിയായിരിക്കുന്ന ശനി ഭാഗ്യസ്ഥാനത്താണ്. ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണം അനുഭവിക്കാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും ഭാഗ്യമൊക്കെ നേടാനായിട്ട് സാധിക്കുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. നിവർത്തി സ്ഥാനത്ത് 7ാം ഭാവാധിപതി നിൽക്കുന്നതുകൊണ്ട് ഭാര്യയ്ക്കല്ലേ ഭർത്താവിന് വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ദൈവാധീനം ഉണ്ടെങ്കിൽ പോലും ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതമുണ്ട്. ശത്രുസ്ഥാനാധിപതി ബാധയിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ശത്രുദോഷ പരിഹാരമായിട്ട് സുദർശന പുഷ്പാഞ്ജലി നെയ്വിളക്കൊക്കെ വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുക. അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലിയും നെയ്വിളക്ക് കഴിപ്പിക്കുന്നത് നല്ലതാണ്. കാരണം കർമ്മസ്ഥാനത്ത് ഉച്ചബലവാനായിട്ട് സൂര്യൻ നിൽക്കുന്നതിനും തൊഴിലിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കും ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗമുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കുറച്ച് കൂടുമെങ്കിലും എടുത്തിയാട്ടം പോലെയുള്ള കാര്യങ്ങൾ കുറച്ച് കൂടും. തലവേദന പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകും എന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ചൂടാകുക, എടുത്തിയാട്ടം ഉണ്ടാകുക, ദേഷ്യം പെട്ടെന്ന് ദേഷ്യപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ളൊരു സമയം കൂടിയാണ്. അതേപോലെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാൻ യോഗമുണ്ട്. കുടുംബസുഖം അനുഭവിക്കാൻ യോഗമുണ്ട്. അതേപോലെ തന്നെ വീട് മോടി പിടിപ്പിക്കാനും പിന്നെ നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു കൂട്ടിച്ചേർക്കലൊക്കെ നടത്താനൊക്കെ യോഗമുള്ള ഒരു സമയമാണ്. കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങാനായിട്ട് സാധിക്കുന്ന ഇതാണ്. അതുപോലെ തന്നെ വീട് മോടി പിടിപ്പിക്കാനും യോഗമുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.